ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മുട്ടപ്പൊതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 2 ചെറിയ സവാള നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും പച്ചച്ചൊവയൊക്കെ മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതിവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചച്ചൊവയൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 മുട്ട ഈ ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ പാലും മുട്ടയും കൂടെ നല്ല രീതിക്ക് തന്നെ മിക്സ് ആവണം കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ ബ്രൗൺ കളർ, അതൊക്കെ ഒന്നെങ്കിൽ കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ഇതുപോലെ എടുക്കുന്നില്ല, ഇതുപോലെ എടുത്താലും മതി കേട്ടോ. അപ്പോൾ അധികം വേസ്റ്റ് ആവില്ല. അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയിലിട്ടിട്ട് ആ സൈഡ് ഭാഗമൊക്കെ പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ട് ഒരു ബ്രെഡ് എടുക്കുക. അതിൻ്റെ സൈഡിൽ നമ്മൾ മൈദ കൊണ്ട് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം വെച്ചിട്ട് തേച്ചാലും മതി. പക്ഷേ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ നമ്മുടെ ഉള്ളീൻ്റെ മിക്സ് അതിൻ്റെ നടുക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു മുട്ട പുഴുങ്ങിയതിന് 2ആക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് സൈഡ് മാത്രം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. നടുക്ക് പ്രസ് ചെയ്ത് പൊട്ടിപ്പോവും. എന്നിട്ട് ഇതിനെ മുട്ടേൻ്റെ മിക്സിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വേഗം എടുത്തിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് നേരം മുട്ട മിക്സിൽ വെച്ചാൽ അത് പൊട്ടിപ്പോവേ. അപ്പോൾ അതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിൽ മുട്ട മാത്രം വേവാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായ ഒന്ന് ഷെയർ ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് ഒന്ന് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ മുട്ടപ്പൊതികളും ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. ഇത് 1-2 കഴിക്കാനുണ്ടാവും കേട്ടോ. പിന്നെ ഞാനിതാ അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് സോസ് വെച്ചിട്ട് കുറച്ച് മല്ലിയിലയും വെച്ച് ഒന്ന് അലങ്കരിക്കുന്നുണ്ട്. ഇതിനൊന്നും ആവശ്യമില്ല, ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് നമ്മുടെ മുട്ടപ്പൊതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബായ്.